ഹായ്, നമ്മളിന്ന് ഒരു സ്പെഷ്യൽ അപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ അപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 2½ കപ്പ് പച്ചരി, 1 ടീസ്പൂൺ ഉഴുന്ന് എന്നിവ കഴുകി വൃത്തിയാക്കി കുതിരാനായിട്ട് വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതിനാവശ്യമുള്ളത് 1 ചിരകിയ തേങ്ങയാണ്, പിന്നെ പഞ്ചസാര, ഈസ്റ്റ്, ഇത്രയും ആണ് ഈ അപ്പം ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ഇത് 2 ബാച്ചായിട്ടാണ് ഈ പച്ചരി ഞാൻ അരച്ചെടുക്കുന്നത്. പച്ചരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ അപ്പത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ഗീവർഗീസ് പുണ്യാളൻ്റെ പെരുന്നാളിന് നേർച്ചയായിട്ട് പള്ളികളിൽ കൊടുക്കുന്ന അപ്പമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ അപ്പം ഉണ്ടാക്കുന്നത്. എപ്പോഴും നമ്മളിത് ഉണ്ടാക്കാറില്ല. ഞങ്ങളുടെ പള്ളിയിൽ ഇപ്പോൾ പെരുന്നാൾ നടക്കുകയാണ്. അപ്പം നാളെ അപ്പം ഉണ്ടാക്കി കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാവ് തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ബാച്ച് അരയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ബാച്ച് മാവ് നമ്മൾ അരച്ചെടുത്ത് ഒരു വലിയ പാത്രത്തിലാണ് ഒഴിച്ചു വെക്കുന്നത്. ഇതിൽ ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പാത്രത്തിൽ വേണം ഒഴിച്ചു വെക്കാൻ, അല്ലെങ്കിൽ പതഞ്ഞ് പൊന്തി പോകാൻ സാധ്യതയുണ്ട്. അടുത്ത ബാച്ച് അരി കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അരി കുതിർക്കാൻ വെച്ച വെള്ളം തന്നെയാണ് ഞാൻ അരയ്ക്കുന്നതിന് ഉപയോഗിക്കുന്നത്. ഞാൻ സാധാരണ എപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. ആ വെള്ളം ഞാൻ കളയാറില്ല. രണ്ടാമത്തെ ബാച്ചും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങ ചിരകിയതാണ് അരച്ചെടുക്കേണ്ടത്. തേങ്ങായും 2 ബാച്ചായിട്ട് തന്നെയാണ് അരച്ചെടുക്കുന്നത്. അപ്പം സാധാരണ ഈ ഒരു സമയത്താണ് ഉണ്ടാക്കുന്നതെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാവുന്ന അപ്പമാണ്. ഇതിൽ നമ്മൾ ചോറോ കപ്പി കാച്ചിയതോ ഒന്നും ചേർക്കുന്നില്ല. തേങ്ങയിലേക്ക് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. 5 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ ഈസ്റ്റ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. പെട്ടെന്ന് പൊന്തി വരും. നമ്മൾ അരി അരച്ചതിൻ്റെ ബാക്കി വെള്ളം ഇരിപ്പുണ്ടായിരുന്നു. അതുതന്നെ ചേർത്തിട്ടാണ് ഈ തേങ്ങായും അരച്ചെടുക്കുന്നത്. ആദ്യത്തെ ബാച്ച് തേങ്ങ നമ്മൾ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് കൂടി ഇതുപോലെ അരച്ചെടുക്കാം. 1½ മുറി തേങ്ങയൊക്കെ ചേർത്താലും കുഴപ്പമില്ല. ഞാനൊരു തേങ്ങയെ ചേർത്തിട്ടുള്ളൂ. കുറച്ചുകൂടി തേങ്ങ ആയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. തേങ്ങ കൂടുന്നതനുസരിച്ച് ടേസ്റ്റും കൂടും. അപ്പോൾ അടുത്ത ബാച്ച് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലിനി വെള്ളമൊന്നും ചേർക്കില്ല. അത് കാരണം നമ്മൾ കൈ കൊണ്ട് തന്നെ എല്ലാം വടിച്ചെടുക്കുകയാണ്. ഈ അരി അരയ്ക്കുന്ന സമയത്തും നമ്മൾ പാലപ്പത്തിന് അരയ്ക്കുന്ന പോലെ ഒരുപാട് ലൂസായിട്ട് അരയ്ക്കരുത്. കുറച്ച് വെള്ളം മാത്രം ചേർത്ത് അരച്ചെടുക്കുക. ഇനി നമ്മൾ കൈ കൊണ്ട് തന്നെ ഈ മാവ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒന്നുകിൽ കൈ അല്ലെങ്കിൽ തടിയുടെ ഒരു സ്പാറ്റുല ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ കൈ കൊണ്ട് തന്നെ അങ്ങ് ഇളക്കി കൊടുക്കുകയാണ്. മാവെല്ലാം നന്നായിട്ട് അരിമാവും തേങ്ങയും 2ആയിട്ടാണല്ലോ അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ടും നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചതിന് ശേഷം 6 മണിക്കൂർ പൊങ്ങാനായിട്ട് വെക്കാം. 6 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് നല്ല അപ്പം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് 6 മണിക്കൂറിന് ശേഷം കാണാം. ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. നമ്മൾ അപ്പത്തിൻ്റെ മാവൊന്ന് തുറന്ന് നോക്കാം. 6 മണിക്കൂറെന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ 8 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പത്തിൻ്റെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. മാവ് നല്ല തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്.
അരയ്ക്കുമ്പോൾ വളരെ വെള്ളം കുറച്ച് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. ദോശക്കല്ലിൽ ഒഴിക്കുമ്പോൾ നിരന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനിയാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ ഇത് ഒന്നുകൂടി അടച്ച് വെക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് അടച്ച് മാറ്റി വെക്കുകയാണ്. ശേഷം നമ്മൾ ദോശ ചുടാനായിട്ട് പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ദോശമാവ് കോരി ഒഴിക്കാം. ചെറിയ ചെറിയ അപ്പമാണ് നമ്മൾ ചുട്ടെടുക്കുന്നത്. നമ്മൾ അപ്പം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ അപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് അപ്പം ഇരിക്കുന്നത്. ഇതുപോലെ ഇനി ബാക്കി നമുക്ക് ചുട്ടെടുക്കാം. ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് തീ കൂട്ടി വെക്കണം. ഒഴിച്ചതിന് ശേഷം സിമ്മിലാക്കണം. നമ്മൾ അപ്പം എല്ലാം ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അപ്പം ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.